Hello students, after a long break we are going to discuss characterization of continuity. Actually, characterization of continuity at a point. ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ആണെന്ന് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിക്ക് ഒരു ക്യാരക്ടറൈസേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടറൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് എ തിയറം. നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വേറെ ഡെഫിനേഷൻ ഒന്നും അല്ല, തിയറം ആണെന്ന് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. Characterization means it is an if and only statement. അപ്പോൾ ഈ ക്യാരക്ടറൈസേഷൻ കണ്ടീഷണൽ ആയിരിക്കും, എല്ലാ ഫംഗ്ഷൻസിനും ശരിയാവണമെന്നില്ല. ഫംഗ്ഷൻ പറഞ്ഞാലേ കണ്ടിന്യൂറ്റി പറയത്തുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ വേണം, കോ ഡൊമെയിൻ വേണം. നമ്മൾ ടോപ്പോളജിയാണ് ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ഫംഗ്ഷൻ പറയുമ്പോൾ ഡൊമെയിനും കോ ഡൊമെയിനും ഉണ്ട് വിത്ത് 2 സ്പേസസ് എക്സ് വൈ. ലെറ്റ് എക്സ് വൈ ബി സ്പേസസ്. നമുക്ക് 2 സ്പേസസ് എക്സും വൈയും ഉണ്ട്. അത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അതുകൊണ്ടൊരു പോയിന്റ് നമ്മൾ എടുത്ത് വെക്കുന്നു. എക്സ് എലമെന്റ് ഓഫ് എക്സ്. ഇനി ഫംഗ്ഷൻ പറയണം. എഫ് ഫ്രം, അതിന് മുമ്പ് പറയാമായിരുന്നു, എഫ് ഫ്രം എക്സ് ടു വൈ ബി ദ ഫംഗ്ഷൻ, ബി എ ഫംഗ്ഷൻ, be a function. Then ക്യാരക്ടറൈസേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനാ? കണ്ടിന്യൂറ്റി ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസ് ആണ്, എക്സ് വൈ സ്പേസസ് ആണ്. എഫ് ഫ്രം എക്സ് ടു വൈ ഫംഗ്ഷൻ. കണ്ടീഷൻസ് മാത്രമല്ല, ഒരു കണ്ടീഷനും കൂടി ഇവിടെ പറയുകയാണ്. എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്. ഇത് ഫംഗ്ഷൻ പറയാനല്ലെങ്കിലും വേണ്ടതാണ് അത്രയൊക്കെ. ഡൊമെയിൻ വേണം, കോ ഡൊമെയിൻ വേണം, ഫംഗ്ഷൻ വേണം, എക്സും വൈയും വേണം. അതൊന്നും കൂടാതെ അഡീഷണൽ ആയിട്ടൊരു കൺസ്ട്രെയിനും കൂടി ഉണ്ടെങ്കിൽ ഈ ക്യാരക്ടറൈസേഷൻ വാലിഡ് ആവത്തുള്ളൂ. സ്പേസ് എക്സ് രണ്ടാമത്തത് വേണമെന്നില്ല, ഡൊമെയിൻ പറഞ്ഞതാണ് എക്സ്. സപ്പോസ് എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ, എല്ലായിടത്തും വേണം എന്ന് നമ്മൾ നിർബന്ധമില്ല. ഇപ്പം നമ്മൾ പറയുന്ന സ്മോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി ആണ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ആ പോയിന്റിൽ ഈ സ്പേസിലെ ക്യാപിറ്റൽ എക്സിലെ നമ്മൾ കണ്ടിന്യൂറ്റി പറയാൻ പോകുന്ന, കണ്ടിന്യൂറ്റിക്ക് ക്യാരക്ടറൈസേഷൻ പറയാൻ പോകുന്ന ആ പോയിന്റിൽ മതി ഫസ്റ്റ് കൗണ്ടബിലിറ്റി. എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടിന്യൂറ്റി പറയാൻ പോകുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ശരിക്കും കൂടുതലായിട്ട് ഇവിടെ വന്ന കണ്ടീഷൻ. മറ്റേതൊക്കെ ഫംഗ്ഷൻ പറയണത് അതൊക്കെ വേണം, ഡൊമെയിൻ വേണം, കോ ഡൊമെയിൻ വേണം, സ്പേസസ് വേണം, അതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. ഒരു പോയിന്റിൽ പറയണമെങ്കിൽ പോയിന്റ് വേണം, അത്രേ ഇവിടം വരെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഇൻ അഡീഷൻ എക്സ് ഈസ് എ ഫസ്റ്റ് കൗണ്ടബിൾ സ്പേസ്. ഇനി നമ്മുടെ ക്യാരക്ടറൈസേഷൻ ഈ കണ്ടീഷൻസ് വെച്ച് വരുവാണ്. ഇത്രയും കോമൺ ആണ് തീരത്തിന് 2 പാർട്ടിന്. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ്, മുഴുവനും പറയത്തില്ല, എവിടെയാ? അറ്റ് എക്സ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. Characterization. So if and only if for every sequence, ഞാൻ സീക്വൻസ് എന്നുള്ള വാക്കൊക്കെ എഴുതേണ്ടതാണ്, ഇങ്ങനെ എഴുതുവാണ്. every sequence xn converging to small x. x ആണ് നമ്മൾ കണ്ടിന്യൂറ്റി പറയാൻ പോകുന്നത്. f is continuous at x if and only for all sequences converging to x. അപ്പോൾ ഫംഗ്ഷനുമായിട്ട് ബന്ധം ഉണ്ടാകണം. എന്നാ കിട്ടുക? അപ്പം ഇതുണ്ടായിരിക്കുമ്പം നമുക്കിത് കിട്ടും, ഇംപ്ലൈസ് അല്ലെ. ഇതുള്ളപ്പം എന്ത് കിട്ടും? ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ എക്സനും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സൻ ഫോം ചെയ്യാം. അങ്ങനെ എഫ് ഓഫ് എക്സൻ എന്നുള്ള സീക്വൻസ് ഫോം ചെയ്യാം. കൺവേർജസ് ടു ഈ പോയിന്റുകളുടെ ഇമേജാണ്. അപ്പോൾ ആ പോയിന്റുകൾ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന്റെ ഇമേജിലേക്ക്, എക്സിന്റെ ഇമേജിലേക്ക് വിത്ത് റെസ്പെക്ട് ടു എഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ വരെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഫസ്റ്റ് കൗണ്ടബിൾ സ്പേസിൽ എക്സ് വൈ ടോപ്പോളജിക്കൽ സ്പേസസ് എക്സ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്, എഫ് ഫ്രം എക്സ് ടു വൈ ഫംഗ്ഷൻ. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ ഓൾ സീക്വൻസസ് കൺവേർജസ് ടു എക്സ് ദ ഇമേജ് സീക്വൻസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. സോ ദിസ് ക്യാരക്ടറൈസേഷൻ ക്യാൻ ബി സ്പെസിഫൈഡ് ആസ് ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് യൂസിങ് സീക്വൻസസ് ഉപയോഗിച്ച്, അല്ല കൺവേർജൻസ് ഓഫ് സീക്വൻസസ് ഉപയോഗിച്ച് ക്യാരക്ടറൈസേഷൻ ഇൻ ടേംസ് ഓഫ്, വേണമെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർക്കാം, ഇൻ ടേംസ് ഓഫ്
കൺവേർജൻസ് ഓഫ് സീക്വൻസ്. ഇതൊന്നും അങ്ങനെയൊന്നും ബുക്കിലൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഗീവ് എ ക്യാരക്ടറൈസേഷൻ അല്ല സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എ ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിക്ക് വേറെ ക്യാരക്ടറൈസേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. പക്ഷേ ഈ തിയറം തന്നെ ഉദ്ദേശിച്ച് ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എ ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ഇൻ ടേംസ് ഓഫ് കൺവേർജൻസ് ഓഫ് സീക്വൻസ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ എഴുതിയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇടാൻ സാധിക്കും എന്നുള്ളതൊക്കെ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നൗ വി ഗോ ടു ദ പ്രൂഫ് ഓഫ് ദ തിയറം. തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് വരുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ ദാറ്റ് വാട്ട് ഈസ് മെൻ ബൈ കണ്ടിന്യൂറ്റി. എഫ് ഫ്രം എക്സ് ടു വൈ, എഫ് ഫ്രം എക്സ് ടു വൈ. അപ്പോൾ എക്സ് സ്പേസ് വൈ, ദിസ് ഇസ് സ്പേസ് വൈ, സ്പേസ് എക്സ് സ്പേസ് y, then x is a point of small x is a point of capital X. f is continuous at this point. x to y ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ്റെ പേര് x എന്നാണ്. എപ്പോഴാണ് എക്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം? നമ്മൾ ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. വെന്നെവർ വി കൺസിഡർ ആൻ ഓപ്പൺ സെറ്റ് വി കണ്ടെയ്നിങ് എഫ് ഓഫ് എക്സ്. എക്സ് നോട്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത്. എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് വൈയിലാണ്, ഇവിടെ എവിടെയോ ഉണ്ട്. വെന്നെവർ വി ഹാവ് ആൻ ഓപ്പൺ സെറ്റ് വി കണ്ടെയ്നിങ് എഫ് ഓഫ് എക്സ്, ഇഫ് ദർ എക്സ് ഇസ് ആൻ ഓപ്പൺ സെറ്റ് യു കണ്ടെയ്നിങ് എക്സ് സച്ച് ദാറ്റ്. ഇത്രയും പോരാ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ സെറ്റ് ഒക്കെ കിട്ടുമായിരിക്കും. എന്നാ വേണ്ടേ? എഫ് യു എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നമ്മൾ കണ്ടുപിടിച്ച ഓപ്പൺ സെറ്റ് വിക്കകത്താകണം. എക്സ് കിടക്കുന്ന ഓപ്പൺ അല്ല, എക്സ് അല്ല, എക്സിന്റെ ഇമേജ് എഫ് എക്സ് കിടക്കുന്ന ഓപ്പൺ സെറ്റിനകത്ത് തന്നെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും നമുക്ക് ഇങ്ങനൊരു എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതാണ് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അതിന് നമുക്ക് വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ, അല്ലെങ്കിൽ നെയ്ബർഹുഡ്, ഈ പോയിന്റ് സംബന്ധിച്ചാകുമ്പം ഇൻവേഴ്സ് ഇമേജസ് ഓഫ് നെയ്ബർഹുഡ്സ് ഓഫ് ദാറ്റ് പോയിന്റ്സ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ക്യാരക്ടറൈസേഷൻസ് ആദ്യം ഡിറൈവ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ പറഞ്ഞതാണ് ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി. നൗ വി ഹാവ് ടു നോ വാട്ട് ഈസ് മെൻ ബൈ കൺവേർജൻസ്. സീക്വൻസ് എക്സൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? വെന്നെവർ വി ടേക്ക് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് യു നോ വി എന്നൊക്കെ വിളിക്കാം. എക്സിലെ ആയതുകൊണ്ട് അതിനെ നമുക്ക് വി എന്ന് വിളിക്കാം. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ സെറ്റ് വി എടുത്താൽ സീക്വൻസ് എക്സിനെ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന എപ്പോഴാണ്? കൺവേർജ് ചെയ്യുന്നു. അതിനടുത്ത് കൂടി പോയിന്റ്സ് ഇച്ചിരി ഒന്നുമല്ല, ഒരുപാടുണ്ടെന്നാണ് അതിനടുത്ത്. ദെൻ എക്സ് കൺവേർജിങ് പോയിന്റ് ആണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് എക്സ് എന്നുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു നമ്പറൊക്കെ അങ്ങ് തീരുമാനിക്കുന്നു. സീക്വൻസ് ആണ് x1 x2 എന്നൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറയുക? ദെയർ എക്സസ് എ നാച്ചുറൽ നമ്പർ m സച്ച് ദാറ്റ് എങ്ങനെയാണ് xn എലമെന്റ് ഓഫ് v, എക്സ് ഉള്ള ആ ഓപ്പൺ സെറ്റിൽ തന്നെ ഫോർ ഓൾ xn സീക്വൻസിന്റെ മെമ്പേഴ്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒരു 10 കണ്ടുപിടിച്ചാൽ 11ാമത്തെ ടേം തൊട്ട് അല്ല 10 തുടങ്ങി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന x10 x11 അതെല്ലാം ഈ എക്സ് ഉള്ള ഓപ്പൺ സെറ്റിൽ തന്നെയാണ് എന്നുള്ളതാണ് കൺവേർജൻസ്. കൺവേർജൻസ് കൂടി അടുത്ത് ഇങ്ങനെ കിടക്കുവാണ്. അതൊന്ന് രണ്ടെണ്ണം പോരാ, ഇഷ്ടംപോലെ എണ്ണം കൺവേർജിങ് പോയിന്റിന്റെ തൊട്ടടുത്ത് സീക്വൻസിന്റെ പോയിന്റ്സ് ഉണ്ട്. ഇതാണ് ആദ്യത്തേത് കണ്ടിന്യൂറ്റി, ഇതാണ് കൺവേർജൻസിന്റെ ഐഡിയ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി തന്നിട്ടുണ്ട്. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അതിന്റെ മീനിങ് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ സെറ്റുകളുടെ നൊട്ടേഷൻസിനെ പറ്റി ഇപ്പം ധാരണ എടുക്കണ്ട. എഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുക്കുമ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആദ്യത്തെ ഡൊമൈൻ എക്സിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഓപ്പൺ സെറ്റിന്റെ ഇമേജ് നമ്മൾ എഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഓപ്പൺ സെറ്റിന്റെ അകത്തായിരിക്കും. അതാണ് കണ്ടിന്യൂറ്റി. കൺവേർജൻസ് ആണെങ്കിൽ കൺവേർജിങ് പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിനകത്ത് സീക്വൻസിന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒത്തിരി എണ്ണം ഉണ്ട്, കുറച്ചെണ്ണേ പുറത്തുള്ളൂ. അതാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടേംസും സീക്വൻസിന്റെ മുഴുവൻ ടേംസും ഈ ഓപ്പൺ സെറ്റിനകത്താണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും നന്നായിട്ട് ബോധ്യപ്പെട്ടിരിക്കണം. മറന്നുപോയെങ്കിൽ പഴയതൊക്കെ എടുത്ത് വെച്ച് വായിച്ച് കണ്ടിന്യൂറ്റിയും കൺവേർജൻസും തറാക്കി വേണം നമുക്ക് തീരം പഠിക്കാൻ. നൗ ഗിവൺ എഫ് ഈസ് കണ്ടിന്യൂസ് ഫോർ ദ നെസസറി പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഒന്നും പറയണ്ട, വേണമെങ്കിൽ നമുക്ക് അസംഷൻ എഴുതാം. അസ്യൂം എന്താ ഈ പാർട്ടിലെ അസംഷൻ?
എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ്, എഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ മീനിങ് ഇതാണ്. അത് ഇപ്പോൾ എഴുതുന്നില്ല, അത് മനസ്സിൽ വെക്കുക. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാം. ഇനി എന്നാ വേണ്ടേ? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ എഫ് എക്സ് എൻ എഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ്. ഇതുള്ളപ്പോൾ ഇതുണ്ടെന്ന് പ്രൂവ്. അപ്പോൾ ഇതുള്ളപ്പോൾ മതി. അപ്പോൾ ഇതുണ്ട് എന്ന് എടുക്കുക. ആൻഡ് ഇതുകൊണ്ട് ആ കൂടെ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, അതിന് ഈ മീനിങ് ഉണ്ട്. അതും നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം. നൗ ടു പ്രൂവ് ദാറ്റ്, അതെല്ലാം അസ്യൂം ചെയ്തുകൊണ്ട് സ്പേസ് ഫസ്റ്റ് കൗണ്ടബിൾ ആണ് എന്നുള്ള കാര്യമുണ്ട്. അത് തീരത്തിന് 2 പാർട്ടിലേക്ക് ഉള്ളതാണ്. പക്ഷേ ഈ പാർട്ടിൽ നമുക്ക് സ്പേസിന്റെ ഫസ്റ്റ് കൗണ്ടബിലിറ്റി ആവശ്യം വരുന്നില്ല. തീരത്തിന്റെ കോൺവേഴ്സ് പാർട്ടിൽ ഫസ്റ്റ് കൗണ്ടബിലിറ്റി ആവശ്യം വരുന്നുള്ളൂ. ഈവൻ ഇഫ് എക്സ് ഈസ് നോട്ട് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്, എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇംപ്ലൈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് means fxn converges to x. But xn converges to x and then fxn converges to x is obtained means f is continuous at x only when x is first countable at x. നെസസറി പാർട്ടിൽ നമുക്ക് എക്സ് ഫസ്റ്റ് കൗണ്ടബിൾ ആണ് എന്നുള്ളതിന് ഉപയോഗം വരുന്നില്ല. പക്ഷേ സഫിഷ്യൻറ്റ് പാർട്ടിൽ എക്സ് ഫസ്റ്റ് കൗണ്ടബിൾ ആണെങ്കിലേ നമുക്ക് തിരിച്ചു പോകത്തുള്ളൂ. സോ ദ ക്യാരക്ടറൈസേഷൻ ഈസ് വാലിഡ് ഓൺലി ഫോർ domains with the first countability at the point which we define continuity. Continuity പറയുന്ന പോയിന്റിൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഡൊമൈനിൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധം കൂടി ഉള്ളൂ. ദാറ്റ് ഈസ് ഫോർ ദ സഫിഷ്യൻറ്റ് പാർട്ട്, നോട്ട് ഫോർ ദ നെസസറി പാർട്ട്. ഇപ്പോൾ പ്രൂഫ് കാണുമ്പോൾ അറിയാം ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഇല്ലാതെ ഈവൻ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഈവൻ ഇഫ് space x is not first countable at the point x, we can prove that f continuous at x means xn converges to x implies fxn converges to f of x. അപ്പോൾ നമ്മൾ കാണാൻ പോവാ, മറ്റത് വേണമെന്നില്ല, അല്ലാതെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടു പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ എന്നാ എടുക്കാൻ പറഞ്ഞ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇവിടെ ചെയ്ത പോലെ പോയിന്റിനെ നോക്കണ്ട. ഈ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുക്കുക. ഈ പോയിന്റ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ. എഫ് ഓഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എഫ് ഓഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് പേരെന്ത് വേണേലും എടുക്കാം, യുന്നും മീന്നും ഒക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം യു എന്നാണ് എടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്, ലെറ്റ് യു ബി ആൻ ഓപ്പൺ സെറ്റ്, യു ബി ആൻ ഓപ്പൺ സെറ്റ്, ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് വേർഡ്സിൽ എഴുതുന്നതാണ്. ഇങ്ങനെയും ചിലപ്പോൾ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേർഡ്സിൽ തന്നെ എഴുതണം. യു ബി ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് അല്ല, എഫ് ഓഫ് എക്സ്. യു ബി ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എഫ് ഓഫ് എക്സ്. ദെൻ കണ്ടിന്യൂറ്റിയുടെ കൺസെപ്റ്റ് എന്നാ? അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെയാണ് യു. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ. ഇത് ഡയറക്റ്റ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. പക്ഷേ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ്, അത് സാരമില്ല, ആ പോയിന്റ് അത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് യു ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് യു കണ്ടെയ്നിങ് എക്സ് മീൻസ് എഫ് ഇൻവേഴ്സ് യു containing x. F inverse u is an open set containing x. F inverse u is an open set containing x. പേരൊന്നും അല്ലാതെ നിങ്ങൾ ആലോചിച്ച് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്. Then what about convergence? Sequence xn converges to the point x and we have an open set containing the converging point x. അപ്പോൾ സീക്വൻസിൻ്റെ ഇഷ്ടംപോലെ ടേംസ് ഈ ഓപ്പൺ സെറ്റിലായിരിക്കും. ഏത് ഓപ്പൺ സെറ്റിൽ? F inverse u is an open set containing x. Then there exists ഇഷ്ടംപോലെ ടൈംസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും there exists m element of n such that for all n greater than or equal to m എന്ത് സംഭവിക്കും? xn converges to x. xn element of that open set which contains the point x. ഏത് ഓപ്പൺ സെറ്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്? f inverse u. xn element of f inverse u. അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് കണക്ഷൻ കിട്ടും. xn f inverse uയിലാണെങ്കിൽ അപ്പോഴൊക്കെ എന്താ? എഫ് ഓഫ് എക്സ് എൻ എവിടെയായിരിക്കും? എഫ് ഓഫ് എക്സ് എൻ എലമെന്റ് ഓഫ് യു എപ്പോഴൊക്കെയാ? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ദാറ്റ് ഈസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് whenever u is an open set containing f of x, there exists m element of n such that f x an element of u for all n greater than or equal to m. എന്താണ് അതിൻ്റെ അർത്ഥം? സീക്വൻസ് എഫ് എക്സിൻ്റെ ടേംസ് എഫ് എക്സിന് അടുത്ത സീക്വൻസ് എഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എ നെസസറി പാർട്ട് ഓഫ് ദ തിയറം.